നമസ്കാരം. ട്രംപ് ദൈവപുത്രനല്ല, അന്തിക്രിസ്തു. ലോകത്തെ കത്തിക്കാൻ ഒരുമ്പിട്ട് ട്രംപ്. ആഗോള രാഷ്ട്രീയത്തിൽ ട്രംപിസം വിതയ്ക്കുന്ന പുതിയ പ്രകോപനമെന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ട്രംപ് ലോകത്തെ കത്തിക്കുവാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികളെ ചൊടിപ്പിച്ച് വിവാദ പോസ്റ്റിട്ട ട്രംപ് ദൈവപുത്രനല്ല, അന്തിക്രിസ്തു ആണോ എന്ന് വിശ്വാസികൾ ചോദിച്ചു തുടങ്ങുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പോലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ ആഗോള ക്രിസ്തീയ സമൂഹത്തിനിടയിൽ കടുത്ത പ്രതിഷേധത്തിനും ചർച്ചകൾക്കും വഴിവെക്കുന്നു എന്നുള്ളതാണ്. തന്നെ യേശു ക്രിസ്തുവായി ചിത്രീകരിക്കുന്ന കൃത്രിമ ബുദ്ധി നിർമ്മിത ചിത്രം ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഒരു ആശുപത്രിയിൽ രോഗിയെ സുഖപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ രൂപത്തിൽ സ്വന്തം മുഖം ചേർത്ത് വെച്ച ട്രംപിന്റെ നടപടി തികഞ്ഞ ദൈവനിന്ദയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. നൂറ്റാണ്ടുകളായി വിശ്വാസികൾ വിശുദ്ധമായി കരുതുന്ന ബിംബങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്ന ട്രംപിന്റെ ശൈലി ഇതാദ്യമായല്ല വിമർശിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തവണ പ്രതിഷേധമുയരുന്നത് ഡെമോക്രാറ്റുകളിൽ നിന്നല്ല, മറിച്ച് ട്രംപിനെ കണ്ണുമടച്ച് പിന്തുണച്ചിരുന്ന തീവ്ര യാഥാസ്ഥിതിക ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നാണ് എന്നത് ശ്രദ്ധേയമാണ്. നമ്മൾ ആദ്യം ക്രിസ്തുവിനെയാണ് പിന്തുടരുന്നത്, പ്രസ്ഥാനത്തെയല്ല എന്ന് കത്തോലിക്ക വൈദികർ പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ട്രംപിനെതിരെ. ട്രംപ് പങ്കുവച്ച ഈ ചിത്രത്തിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് ഓൺലൈൻ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യഥാർത്ഥ ചിത്രത്തിലുണ്ടായിരുന്ന ഒരു സൈനിക രൂപത്തിന് പകരം ബാഫോമാറ്റ് എന്ന ആട്ടിൻ തലയുള്ള പൈശാചിക രൂപത്തെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് ബോധപൂർവമാണോ എന്ന സംശയം ശക്തമാകുന്നുണ്ട്. ഇത് സാത്താനിക ആരാധനയുടെ അടയാളമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ട്രംപ് ഇപ്പോൾ പൈശാചിക ശക്തികളുടെ സ്വാധീനത്തിലാണ് എന്ന് വരെ ആരോപിക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം കത്തോലിക്ക സഭയുമായി നിരന്തരം കുമ്പുകോർക്കുന്ന ട്രംപ് പുതിയ പോപ്പ് ലിയോയെയും അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. സഭയും അതിന്റെ ആത്മീയ നേതൃത്വത്തെയും പരസ്യമായി അവഹേളിക്കുന്ന ട്രംപിന്റെ ചില നിലപാടുകൾ അമേരിക്കയിലെ കത്തോലിക്ക വോട്ടർമാർക്കിടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനായിട്ട് മതം ഉപയോഗിക്കുന്നത് ഒരു പരിധി വിട്ടാൽ അത് തിരിച്ചെടുക്കുമെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നൽകുന്നത്. ട്രംപിന്റെ തീവ്ര അനുയായിയായിരുന്ന മാർജറി ട്രെയ്ലർ ഗ്രീൻ അവർ പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കടുത്ത വിമർശകയായി മാറിയിരിക്കുന്നു. ഇത് സത്യത്തിൽ രാഷ്ട്രീയ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതൊരു ആന്റി ക്രൈസ്റ്റ് മനോഭാവമാണെന്നാണ് അവർ ട്രംപിന്റെ പുതിയ നീക്കങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഒരിക്കൽ ദൈവത്തിന്റെ കരങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടവനായി വിശേഷിപ്പിക്കപ്പെട്ട ട്രംപ് ഇപ്പോൾ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പാതയിലാണ് എന്ന് പഴയ അനുയായികൾ പോലും വിശ്വസിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ട്രംപിന്റെ ആത്മീയ ഉപദേഷ്ടാവായിട്ടുള്ള പോള വൈറ്റ്കെയിൻ നൽകുന്ന വിചിത്രമായ വാദങ്ങളെയും വിമർശനങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. യേശു ക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളുമായി ട്രംപിന്റെ നിയമപോരാട്ടങ്ങളെ താരതമ്യം ചെയ്ത അവർ ട്രംപിനെ ഒരു പുതിയ രക്ഷകനായി അവതരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ നടപടി വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ ഏറ്റവും മോശം ഉദാഹരണമാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങളടക്കം വിലയിരുത്തി കഴിഞ്ഞു. ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനങ്ങളെയും ട്രംപ് മതവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആശങ്കയുണ്ടാക്കുകയാണ്. ഈസ്റ്റർ ദിനത്തിൽ പോലും സമാധാനത്തിന് പകരം ഇറാനെ നശിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കിയ ട്രംപിന്റെ നടപടി കടുത്ത വിരോധാഭാസമായിട്ടാണ് കാണേണ്ടി വരുന്നത്. ഒരു നാഗരികത മുഴുവൻ ഇന്ന് രാത്രി ഇല്ലാതാകുമെന്ന അദ്ദേഹത്തിന്റെ താക്കീത് ലോകത്തെ ആണവ യുദ്ധത്തിന്റെ മുമ്പിലെത്തിക്കുമോ എന്ന ഭീതി ജനിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ പറഞ്ഞ പോലെ 48 മണിക്കൂറുകൾ ഇറാൻ നൽകിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു നാഗരികത മുഴുവൻ ഇന്ന് രാത്രി കൊണ്ട് ഇല്ലാതാകുമെന്ന് പറഞ്ഞു വെക്കുവാൻ കഴിഞ്ഞ ട്രംപിന്റെ വാക്കുകൾ അത് എത്രത്തോളം വിരോധാഭാസമാണ് എന്നുള്ളതാണ്. ക്രൈസ്തവ വിശ്വാസികളടക്കം ഈസ്റ്റർ ദിനത്തെ യുദ്ധഭീഷണിക്കായിട്ട് ഉപയോഗിച്ചത് ക്രിസ്തീയ വിരുദ്ധമാണ് എന്ന് തുറന്നടിക്കുകയാണ്. വൈറ്റ് ഹൗസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഒരുതരം ആത്മീയ യുദ്ധമാണോ എന്ന സംശയം കാൾസനെ പോലുള്ള പ്രശസ്ത പോഡ്കാസ്റ്റ് അവതാരകളടക്കം തുറന്നടിക്കുകയാണ്. ട്രംപിന്റെ പെരുമാറ്റം പലപ്പോഴും വിവേകശൂന്യമായിട്ടുള്ള തലത്തിലേക്ക് മാറുകയാണ്. ജെഫ്രി എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെക്കുന്നു എന്ന ആരോപണം ഉയർന്നതോടെ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് വാദത്തിൽ വിശ്വസിച്ചിരുന്ന പലരും ഇപ്പോൾ സംശയാലുക്കളാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തികളുമായിട്ട് ട്രംപ് സന്ധി ചെയ്തു എന്ന ഒരു സംശയമാണ് ചില ഗൂഢാലോചന സിദ്ധാന്തക്കാർ അടക്കം പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ട്രംപിന്റെ വോട്ട് ബാങ്കിൽ വലിയ ഇടിവുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയിലെ 5.3 കോടി വരുന്ന കത്തോലിക്ക വോട്ടുകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. 2016-ലും 2024-ലും കത്തോലിക്ക വിഭാഗത്തിന്റെ ഭൂരിപക്ഷ വോട്ട് നേടുവാൻ ട്രംപിന് സാധിച്ചിരുന്നു.
എന്നാൽ സഭയ്ക്കും വിശ്വാസത്തിനുമെതിരെ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് ഈ വിഭാഗത്തെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഐറിഷ് കത്തോലിക്കനായിട്ടുള്ള ജോ ബൈഡനോട് തോറ്റ 2020 സാഹചര്യം വീണ്ടും ആവർത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ട്രംപ് തന്റെ രണ്ടാം ഭരണകാലത്ത് വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് എന്നുള്ള വാദവും ശക്തമാകുകയാണ്. ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കുമ്പോഴും ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹം കാണിക്കുന്ന ആവേശം സമാധാനകാംക്ഷികളെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ്. മതപരമായിട്ടുള്ള ബിംബങ്ങളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ട്രംപ് കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്തീയ വിശ്വാസികൾ അടക്കം ചോദിച്ചു പോകും, ട്രംപ് ദൈവപുത്രനല്ല അന്തിക്രിസ്തുവാണ് എന്ന്. ലോകത്തെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പിട്ട് നിൽക്കുന്ന ട്രംപിനെ ക്രിസ്തീയ വിശ്വാസികൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരടക്കം തള്ളിപ്പറയുകയാണ്.